Welcome back to the online classes of Farooq Higher Secondary School. Myself, Fajid, Faculty of Commerce. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോർഡിനേഷൻ എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചാണ്. കോർഡിനേഷൻ, ഏകോപനം, മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ടേമാണ് യഥാർത്ഥത്തിൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കേട്ട പദമായിരിക്കാം. എന്നിരുന്നാലും എന്താണ് യഥാർത്ഥത്തിൽ ഏകോപനം അല്ലെങ്കിൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, വാട്ട് ഈസ് കോർഡിനേഷൻ? കോർഡിനേഷൻ മീൻസ് ദി integration of the activities of different units of an organization in order to achieve the organizational goals. ഇവിടെ പറയുന്നത് ഇൻറ്റഗ്രേഷൻ ആണ്. ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സംയോജിപ്പിക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക, ഒന്നാക്കുക എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്താണ് കൂട്ടിച്ചേർക്കുന്നത്? എന്താണ് സംയോജിപ്പിക്കുന്നത്? ഇൻറ്റഗ്രേഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ. എങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ? ഓഫ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിലെ വ്യത്യസ്തമായ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് നടക്കുന്ന പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നു അല്ലെങ്കിൽ സംയോജിപ്പിക്കുന്നു. ഇതിനു വേണ്ടി ഇന്നോട് ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഗോൾസ്, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ട്, നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ഈ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളുമായിട്ട് ഒരുമിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അതിനെ അനുകൂലമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ. Okay, so coordination means the integration of the activities of different units of an organization in order to achieve the organizational goals. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന വാക്കിന് സമാനമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന പദങ്ങളാണ് സിങ്ക്രണൈസേഷൻ, അതുപോലെ ഹാർമോണൈസേഷൻ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇൻ്റഗ്രേഷൻ, സിങ്ക്രണൈസേഷൻ, ഹാർമോണൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരേ മീനിങ് തന്നെയാണ്. സംയോജിപ്പിക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക, ഒന്നാക്കുക, ഒരു ഏകീകൃത രൂപം ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കും. ഓക്കെ, യഥാർത്ഥത്തിൽ ഈ കോർഡിനേഷൻ അറിയപ്പെടുന്നത് മാനേജ്മെൻറ്റിൻ്റെ സത്ത എന്നാണ്. കോർഡിനേഷൻ ഇസ് റിഗാർഡഡ് ആസ് ദി എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. മാനേജ്മെൻറ്റിൻ്റെ സത്ത അഥവാ എസൻസ് എന്നാണ് കോർഡിനേഷൻ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അറിയപ്പെടാൻ കാരണം? ബിക്കോസ് കോർഡിനേഷൻ ഇസ് റിക്വയർഡ് ഇൻ ഓൾ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതുകൊണ്ടാണ് അതിനെ എസൻസ് എന്ന് വിളിക്കാൻ കാരണം. കോർഡിനേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസിലും ആവശ്യമാണ്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, ഇതിലെല്ലാം കോർഡിനേഷൻ ആവശ്യമാണ്, ഏകോപനം ആവശ്യമാണ്. സോ കോർഡിനേഷൻ ഇസ് റിക്വയർഡ് ഇൻ ഓൾ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും ആവശ്യമാണ്. ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും എല്ലാം എന്താവശ്യമാണ്? കോർഡിനേഷൻ അഥവാ ഏകോപനം ആവശ്യമാണ്. അപ്പോൾ ഏകോപനം മാനേജ്മെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ചുമതലകളിലും ആവശ്യമാണ് എന്നുള്ളതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും ആവശ്യമാണ്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിൻ്റെ എസൻസ് അഥവാ സത്ത എന്ന് എന്തിനെ വിശേഷിപ്പിക്കാൻ കാരണം? കോർഡിനേഷൻ എന്ന് പറയുന്ന ആശയത്തെ വിശേഷിപ്പിക്കാനുള്ള കാരണം. ഓക്കെ, കൂടുതൽ ഏകോപനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വി വിൽ ഡിസ്കസ് അബൌട്ട് ദി ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർഡിനേഷൻ. എന്താണ് ഈ കോർഡിനേഷൻ്റെ അഥവാ ഏകോപനത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ? ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർഡിനേഷൻ. ഓക്കെ, വാട്ട് ഈസ് ഫസ്റ്റ് ഫീച്ചർ ഓഫ് കോർഡിനേഷൻ? കോർഡിനേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് ഗ്രൂപ്പ് എഫേർട്സ്. ഇൻ്റഗ്രേഷൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു ബിസിനസ്സിൽ നടക്കുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഈ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെ ബിസിനസ്സിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് എന്ത് സാധ്യമാക്കണം, എന്ത് നടപ്പിലാക്കണം? കോർഡിനേഷൻ അഥവാ ഏകോപനം നടപ്പിലാക്കണം. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്, അൺറിലേറ്റഡ് ആയിട്ടുള്ള, ഡൈവേഴ്സ് ആയിട്ടുള്ള, പരസ്പരം ബന്ധമില്ലാത്ത അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ബിസിനസ്സിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഈ ഡൈവേഴ്സ് ആക്ടിവിറ്റീസിനെ ബിസിനസ്സിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കോർഡിനേഷൻ വേണം, ഏകോപനം ആവശ്യമാണ്. സോ കോർഡിനേഷൻ ഹെൽപ്സ് ഇൻ ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഗ്രൂപ്പ് എഫേർട്സ്. ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു അല്ലെങ്കിൽ കൂട്ടിയോജിപ്പിക്കുന്നു. ഓക്കെ, സെക്കൻഡ് ഫീച്ചർ ഓഫ് കോർഡിനേഷൻ യൂണിറ്റി ഇൻ ആക്ഷൻ. പ്രവർത്തനത്തിൽ ഒരുമ കൊണ്ടുവരും.
ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ദാറ്റ് ഈസ് കോർഡിനേഷൻ ആക്ച്വലി ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് യൂണിറ്റി ഓഫ് ആക്ഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. സ്ഥാപനത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളിൽ ഒരുമ കൊണ്ടുവരാൻ എന്ത് സഹായിക്കുന്നു? കോർഡിനേഷൻ സഹായിക്കുന്നു. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതുപോലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ. അപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ആ പ്രവർത്തനങ്ങൾ തമ്മിലൊരു ബാലൻസ് ആവശ്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അവർ പർച്ചേസ് ചെയ്യുന്നു, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ പർച്ചേസിംഗ് നടത്തേണ്ടത്. അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളിൽ ഒരുമ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഏകോപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സോ കോർഡിനേഷൻ ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് യൂണിറ്റി ഓഫ് ആക്ഷൻ. പ്രവർത്തനത്തിൽ ഒരുമ കൊണ്ടുവരുന്നു, അല്ലേ? മൂന്നാമത്തെ പ്രത്യേകത, കോർഡിനേഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു തുടർ പ്രക്രിയ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. ഒരു തുടർ പ്രക്രിയയാണ്, അല്ലെ? കോർഡിനേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ എല്ലാ ഫംഗ്ഷൻസിനും ഉണ്ടെന്ന് നമ്മൾ സൂചിപ്പിച്ചു. കോർഡിനേഷൻ ഇസ് പ്രസന്റ് ഓർ റിക്വയർഡ് ഇൻ ഓൾ ദ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് തുടർ പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ഏകോപനവും എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതൊരു വൺ ടൈം ആക്ടിവിറ്റി അല്ല, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഹാൻഡഡ് ആക്ടിവിറ്റി അല്ല, ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം ചെയ്യേണ്ട പ്രവർത്തനമല്ല. അതൊരു തുടർ പ്രക്രിയയാണ്. സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ സമയങ്ങളിലും, എല്ലാ സന്ദർഭങ്ങളിലും എന്ത് ആവശ്യമായിട്ട് വരും? കോർഡിനേഷൻ ആവശ്യമായിട്ട് വരും. സോ കോർഡിനേഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കോർഡിനേഷൻ, ഏകോപനം ഒരു തുടർ പ്രക്രിയയാണ്, ലൈക്ക് മാനേജ്മെന്റ്. നാലാമത്തെ പ്രത്യേകത, കോർഡിനേഷൻ ഇസ് പെർവേഴ്സീവ്. സർവ്വവ്യാപിയാണ്. ഇതും നമ്മൾ നേരത്തെ മാനേജ്മെന്റിൽ പരിചയപ്പെട്ട പ്രത്യേകത തന്നെയാണ്, അല്ലെ? മാനേജ്മെന്റ് സർവ്വവ്യാപിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഏകോപനവും സർവ്വവ്യാപിയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ബിക്കോസ് ഇറ്റ് ഇസ് റിക്വയർഡ് ഇൻ ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന്റെ എല്ലാ തലങ്ങളിലും എന്താവശ്യമാണ്? ഏകോപനം ആവശ്യമാണ്. ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും ഏകോപനം ആവശ്യമാണ്. ആൻഡ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഏകോപനം ആവശ്യമാണ്. അപ്പോൾ മാനേജ്മെന്റിന്റെ എല്ലാ തലങ്ങളിലും, സ്ഥാപനത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഏകോപനം ആവശ്യമാണ്. അതുകൊണ്ട് ഏകോപനം എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്. കോർഡിനേഷൻ ഇസ് പെർവേസീവ്. ഫിഫ്ത്ത് ഫീച്ചർ, കോർഡിനേഷൻ ഇസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. ഏകോപനം എന്ന് പറയുന്നത് എല്ലാ മാനേജർമാരുടെയും ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രത്യേക മാനേജർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനമാണോ ഏകോപനം? ഒരിക്കലുമല്ല. ഇറ്റ് ഇസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ ദ മാനേജേഴ്സ്. അപ്പോൾ അതാത് മാനേജേഴ്സ് അവരവരുടെ ഡിപ്പാർട്ട്മെന്റുകൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സാധ്യമാക്കണം? ഏകോപനം കൊണ്ടുവരണം. സോ ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ ദ മാനേജേഴ്സ്. എല്ലാ മാനേജേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് ഏകോപനം സാധ്യമാക്കുക അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി, കോർഡിനേഷൻ ഇസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. ഏകോപനം എന്ന് പറയുന്നത് ഒരു ബോധപൂർവമുള്ള പ്രവർത്തനമാണ്. അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സ് അല്ല, ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ അല്ല, താനെ ഉണ്ടാവുന്നതല്ല. ഒരു സ്ഥാപനത്തിൽ അവിടെ നടക്കുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിൽ ഏകോപനം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ അത് ബോധപൂർവം അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്യണം? മാനേജ്മെന്റ് ചെയ്യണം. അതുകൊണ്ട് അതൊരു ബോധപൂർവമായിട്ടുള്ള, മാനേജ്മെന്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ഡെലിബറേറ്റ് ഫംഗ്ഷനാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ. കോർഡിനേഷൻ ഇസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഈ പ്രത്യേകതകളാണ് യഥാർത്ഥത്തിൽ ഏത് ആശയത്തിനുള്ളത്? കോർഡിനേഷൻ എന്ന് പറയുന്ന ആശയത്തിനുള്ളത്. ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർഡിനേഷൻ, അല്ലേ? അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കോർഡിനേഷനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കോർഡിനേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. ഇപ്പോൾ എന്താണ് കോർഡിനേഷൻ എന്നുള്ളതും അതിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ പ്രാധാന്യം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങളാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് വ്യവസായ സ്ഥാപനങ്ങളിൽ ഏകോപനത്തിന് ഇത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കാനുള്ള കാരണം? അല്ല, ആദ്യത്തെ കാര്യമായിട്ട് പറയുന്നത് ഗ്രോത്ത് ഇൻ സൈസ്. അതായത് ഒരു സ്ഥാപനം എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച്, വളരുന്നതിനനുസരിച്ചിട്ട് അവിടേക്ക് കൂടുതൽ തൊഴിലാളികളെ നിയമിക്കേണ്ടതായിട്ട്. ഈ തൊഴിലാളികളെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള, വ്യത്യസ്തമായിട്ടുള്ള ചിന്താശേഷികളുള്ള, വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന തൊഴിലാളികളാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടും ഡിഫറെൻറ്റ് സ്കിൽസും ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സും ഉള്ള ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യണം?
ഒരുമിപ്പിക്കണം, കൂട്ടിച്ചേർക്കണം, സ്ഥാപനത്തിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നയിക്കണം വേണ്ടേ? അങ്ങനെ സ്ഥാപനത്തിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ഈ വ്യത്യസ്തരായ കാഴ്ചപ്പാടുകളുള്ള തൊഴിലാളികളെ, ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കിൽസുള്ള ഈ തൊഴിലാളികളെ നയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഏകോപനം വേണം. ഇപ്പോൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് എംപ്ലോയീസ് ബിസിനസ്സിലേക്ക് വരുന്നു. ഈ ഡിഫറെൻ്റ് എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങളെ വേണ്ട രീതിയിൽ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ആവശ്യമാണ്? ഏകോപനം അവിടെ ആവശ്യമാണ്. സോ ഗ്രോത്ത് ഇൻ സയൻസ്. ഓക്കെ, സെക്കൻഡ് ഇമ്പോർട്ടൻസ് ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഒരു ബിസിനസ്സിൽ നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് നടക്കുന്നത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് അല്ലേ? ദീസ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആർ ഡിവൈഡഡ് ഇൻടു ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓരോ ഫംഗ്ഷനും പ്രവർത്തിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻ്റ് ആണ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് അല്ല ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കുക? ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കുക. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് അല്ല പേഴ്സണൽ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കുക. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതിനെ കൂട്ടിച്ചേർക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ സംയോജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ആവശ്യമാണ്? ഏകോപനം ആവശ്യമാണ്. അപ്പോൾ ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ മീൻസ് various functions are happening in a business organization and the objectives of these various functions are different. So in order to coordinate these activities, in order to unify these activities, what is required? Coordination is required. About functional differentiation. Okay, and finally third one, specialization, വിശേഷവൽക്കരണം. നമുക്കറിയാം ആധുനിക ബിസിനസ് ലോകത്ത് പ്രവർത്തിക്കുന്നത് ഓരോ മേഖലയിലുമുള്ള, ഓരോ ഏരിയയിലുമുള്ള സ്പെഷ്യലിസ്റ്റുകളാണ്, വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളാണ്. ഈ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന അവരുടെ മേഖലയിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവരാണ്. ആ മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഉപദേശങ്ങൾ തേടുവാനോ അല്ലെങ്കിൽ അറിവുകൾ കരസ്ഥമാക്കാനോ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് അതിൻ്റെ ആവശ്യവും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സ്പെഷ്യലിസ്റ്റ് വർക്ക് ചെയ്യുന്ന ഈ ബിസിനസ് ഓർഗനൈസേഷനിൽ സ്വാഭാവികമായിട്ടും ഈ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഈ എംപ്ലോയീസും അല്ലെങ്കിൽ ഈ ആളുകളും അതോടൊപ്പം തന്നെ മാനേജേഴ്സും തമ്മിൽ പല കാര്യങ്ങളിൽ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ, അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുള്ള എന്താ പറയുക കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ സ്പെഷ്യലൈസേഷൻ്റെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ സ്പെഷ്യലിസ്റ്റിനെയും അതുപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഏകോപനം വേണം, കോർഡിനേഷൻ വേണം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ രണ്ടോ മൂന്നോ സംഗതികളാണ് നമുക്ക് ഏകോപനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വിശേഷിപ്പിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഗ്രോത്ത് ഇൻ സൈസ്. സ്ഥാപനം വളരുന്നതിനനുസരിച്ചിട്ട് തൊഴിലാളികളെ ഒരുമിപ്പിക്കണം, അതിന് ഏകോപനം ആവശ്യമാണ്. രണ്ടാമത് ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ. ബിസിനസ്സിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പ്രവർത്തിക്കുന്ന ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ്. അവരുടെ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്, അവയെ ഏകോപിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തത് സ്പെഷ്യലൈസേഷൻ അഥവാ വിശേഷവൽക്കരണം. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് സ്പെഷ്യലിസ്റ്റാണ്. അവരുടെ അഭിപ്രായങ്ങളും മാനേജ്മെൻറ്റിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ആവശ്യമാണ്? ഏകോപനം ആവശ്യമാണ്. ഓക്കെ, സോ ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് ദി മീനിങ് ഓഫ് കോർഡിനേഷൻ, ഇറ്റ്സ് ബേസിക് ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. സോ യു ഹാവ് ടു പ്രിപ്പയർ എ വെരി ഇമ്പോർട്ടൻറ്റ് അസൈൻമെൻറ്റ് റിഗാർഡിംഗ് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള രീതിയിൽ എന്താണ് ഏകോപനം എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു ലഘു വിവരണം ഒരു അസൈൻമെൻറ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ട് അത് കൃത്യമായി മനസ്സിലാക്കുക, വിലയിരുത്തുക. ഓക്കെ, താങ്ക് യു.